ക്രിസ്മസ് ആയിരുന്നു ഇന്ന്. ലോകം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഉത്സവം കൊണ്ടാടിയപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിട്ട ആക്രമണങ്ങൾ ഓർത്താൽ തല കുനിഞ്ഞുപോകും. അസാമിലെ നൽബാരി ജില്ലയിലെ പാനിഗാവ് ഗ്രാമം സെയിന്റ് മേരീസ് സ്കൂളിലേക്ക് കടന്നുകയറിയ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളോടെ ക്രിസ്മസ് അലങ്കാരങ്ങളെല്ലാം തകർത്ത് തീയിട്ടു. ഭാരതീയമല്ലാത്ത ഒരാഘോഷവും ഇവിടെ പറ്റില്ല എന്നാണ് തീത്തൂരം. ഛത്തീസ്ഗഡിലെ റായ്പൂർ അവിടുത്തെ മാഗ്നറ്റോ മാളിലേക്ക് കടന്നു കയറിയ 90ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ അഴിഞ്ഞാടി ക്രിസ്മസിനായി ഒരുക്കിയതെല്ലാം തകർത്തു. സാന്താക്ലോസിനെ എടുത്തെറിഞ്ഞു. ക്രിസ്മസ് ഇവിടെ വേണ്ട എന്നതാണ് ആക്രോശം. ഉത്തർപ്രദേശിലെ ബെയ്റെയിലി യോഗി ആദിത്യനാഥ് ഈ വർഷം മുതൽ ക്രിസ്മസ് അവധി എടുത്തു കളഞ്ഞിരുന്നു. അവിടെ ലക്ഷ്യം വെക്കപ്പെട്ടത് ഒരു പള്ളിയാണ്. പാതിരാ കുർബാനയ്ക്ക് തയ്യാറെടുത്തിരുന്ന പള്ളി ഹിന്ദുത്വ ആൾക്കൂട്ടം വളഞ്ഞു. ഹനുമാൻ ചാലീസയും ജയ് ശ്രീറാമും മുഴങ്ങി. മധ്യപ്രദേശിലെ ജബൽപൂർ കണ്ണിന് കാഴ്ചശക്തിയില്ലാത്ത സ്ത്രീയാണ് ക്രിസ്മസ് അലങ്കാരങ്ങൾ നിറഞ്ഞ പള്ളിയിൽ ആക്രമിക്കപ്പെട്ടത്. BJP സിറ്റി വൈസ് പ്രസിഡന്റായ അഞ്ജു ഭാർഗവയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഹരിദ്വാറിൽ ഹോട്ടലിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കരുതെന്നാണ് വിലക്കിട്ടത്. ഇത് ഹിന്ദു പുണ്യഭൂമിയാണ് എന്ന് പറഞ്ഞായിരുന്നു ആക്രോശം. ഡൽഹിയിൽ സാന്താ തൊപ്പി വെച്ച് പുറത്തിറങ്ങിയ സ്ത്രീകളെ തെരുവുകളിൽ നിന്ന് തുരത്തിയോടിച്ചത് ബജ്രംഗ് ദളാണ്. രാജസ്ഥാനിലെ സംഗർപൂരിൽ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിലെ കുർബാന തന്നെ തടസ്സപ്പെടുത്തി. ഒറീസയിലെ ഭുവനേശ്വറിൽ ക്രിസ്മസ് പപ്പായുടെ തൊപ്പിയും വേഷവും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരെ പോലും വെറുതെ വിട്ടില്ല. ഇതൊന്നും ഹിന്ദു രാഷ്ട്രത്തിൽ അനുവദിക്കില്ലത്രേ. ഈ ആക്രമണങ്ങളെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നത് കേവല യാദൃശ്ചികതയല്ലല്ലോ. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 2025 നവംബർ മാസം വരെയുള്ള കണക്കനുസരിച്ച് 700 ആക്രമണങ്ങളാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മതസമൂഹം നേരിട്ടിരിക്കുന്നത്. ഈ തെമ്മാടിക്കൂട്ടത്തെ നിലയ്ക്ക് നിർത്താതെ പ്രധാനമന്ത്രി കുർബാന കൂടിയിട്ട് എന്ത് കാര്യം? മതന്യൂനപക്ഷങ്ങൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ടൊരു കാലം വേറെ ഉണ്ടോ? ന്യൂനപക്ഷ മതസമൂഹത്തിന്റെ ആഘോഷങ്ങൾക്ക് നേരെ സംഘടിതമായി നടത്തുന്ന ഈ തേർവാഴ്ച ഭരണക്കാരുടെ മൗനാനുവാദത്തിലാണ്. നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രവും ജനതയുമാവുകയാണ്.